അപ്പോൾ ഇതാ നമ്മുടെ ഇന്നത്തെ ഫുഡ് അടി സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് നമുക്ക് എന്താ ഉള്ളതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദോശയും ചട്നിയാണ്. ഞാനല്ലെങ്കിൽ ദോശ ഒരിച്ചിരി എന്താ പറയുക ഈ കറിയിൽ മുക്കി കഴിക്കല്ലേ, എനിക്ക് ഏറ്റവും ഇഷ്ടം ഇങ്ങനെ തന്നെ കേട്ടോ. അപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ കാണിക്കുന്നേ ഉള്ളൂ. എനിക്കിതെല്ലാം കൂടെ കൂട്ടി കുഴച്ച് കറിയും അതേപോലെ തന്നെ ദോശ എല്ലാം കൂടെ കുഴച്ച് കഴിക്കുന്നതാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ രാവിലത്തെ ഇതാ ദോശയും ചട്നിയും കട്ടൻ ചായ ആയിരുന്നേ. അത് കഴിഞ്ഞ് ഞാനൊന്ന് പുറത്ത് പോയായിരുന്നു. പുറത്ത് പോയി വന്നതിന് ശേഷം ഇതാ പുറത്തുനിന്നൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. വന്നതിന് ശേഷം ചോറും മീൻകറിയും അച്ചാറുമായിരുന്നേ. അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴേക്കും നമ്മുടെ ദോശ 2 ബാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതും കഴിക്കാമെന്ന് വിചാരിച്ചു. അതും കട്ടൻ ചായയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം നമ്മുടെ എന്താ പറയുക അയലക്കറിയും പിന്നെ മുട്ട അധികം വേവിക്കാണ്ട് പൊരിച്ച ബുൾസൈ പോലെ ആക്കിയതും പിന്നെ നമ്മുടെ ചിലുമ്പിക്ക അച്ചാറും കൂടി ആയിരുന്നു കേട്ടോ. അപ്പം ഇത്രയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ചോറിനുള്ള കറികൾ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചായയൊന്നും ഇന്നുമില്ലായിരുന്നു. നമുക്കിന്ന് ചായേൻ്റെ ഒന്നും എന്താ പറയുക കുടിക്കാനുള്ളൊരു തോന്നിയില്ല നമുക്ക്. അത് തന്നെയല്ല ഇന്ന് ഞാനിപ്പോൾ ഭക്ഷണം കഴിക്കുമ്പം തന്നെ കുറേ വൈകിയായിരുന്നു. പിന്നെ അങ്ങനെ വിശപ്പും കാര്യങ്ങളും ഉണ്ടാവില്ല. ഇപ്പം തന്നെ കിടന്നുറങ്ങി കഴിയുമ്പം പിന്നെ നമുക്ക് പിന്നെ വിശപ്പോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പം പിന്നെ എൻ്റെ പൊന്നോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ എന്താ പറയുക മീൻ കറിയും അധികം വേകാത്തത് മുട്ട ബുൾസൈ പോലെ ആക്കിയത് കേട്ടോ. എൻ്റെ പൊന്നോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്. എന്താണെന്നറിയത്തില്ല, മുട്ടേൻ്റെ ആ ഉണ്ണിയൊന്നും അങ്ങനെ വേകില്ല, ഒരിതായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതും കൂടെ കൂട്ടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റായിരുന്നു. അതിൻ്റെ കൂടെ ചിലുമ്പിക്ക അച്ചാറും ഉണ്ട് കേട്ടോ. ചിലയിടത്ത് ചിലുമ്പിക്ക, ചിലയിടത്ത് ബിലിമ്പിക്ക എന്നൊക്കെ പറയും കേട്ടോ. പിന്നെ തണുത്ത വെള്ളം, ചൂടുകാലം ആയതുകൊണ്ട് ഞാൻ തണുത്ത വെള്ളമാണ് കേട്ടോ കുടിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒന്ന് ഓപ്ഷൻ കൊടുക്കാൻ മറക്കുന്ന ഓപ്ഷൻ കൊടുത്താൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.